നമസ്കാരം. അശാന്തി അവസാനിക്കാത്ത ബംഗ്ലാദേശ് കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് നീങ്ങുന്നു. ഈ നില തുടർന്നാൽ പാകിസ്ഥാനേക്കാൾ വലിയ അപകടത്തിലേക്ക് രാജ്യമെത്തുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ആഴ്ചകളായി കലാപം തുടരുന്നതിനാൽ രാജ്യത്ത് പലയിടത്തും അവശ്യ സാധനങ്ങൾ പോലും കിട്ടാത്ത അവസ്ഥയിലാണ് ജനങ്ങൾ. ഉള്ളതിനാകട്ടെ തൊട്ടാൽ പൊള്ളുന്ന വിലയും. പണലഭ്യതയും ഇറക്കുമതിയും കുറഞ്ഞത് ഇതുവരെയില്ലാത്ത പ്രതിസന്ധിയാണ് ബംഗ്ലാദേശിൽ ഉണ്ടാക്കിയിരിക്കുന്നത്. കലാപത്തിന് ജനങ്ങളെ ഇളക്കിവിടാൻ പാകിസ്ഥാനും ചൈനയും ഇപ്പോഴും ശ്രമിക്കുന്നുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. ചൈനയുടെ ചതിയിൽപ്പെട്ട ഇന്ത്യയുടെ രണ്ട് അയൽരാജ്യങ്ങളായ പാകിസ്ഥാനും ശ്രീലങ്കയും തിരിച്ചു കയറാനാവാത്ത വിധത്തിലുള്ള കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് വീണിരുന്നു. ആ അവസ്ഥയിലേക്കാണ് ബംഗ്ലാദേശും പോകുന്നത് എന്നാണ് വിദഗ്ധർ നൽകുന്ന മുന്നറിയിപ്പ്. എല്ലാ സാധനങ്ങൾക്കും വില കുതിച്ചുയരുകയാണ്. കടുത്ത പ്രതിസന്ധിയിലൂടെ കടന്നുപോകുന്ന ബംഗ്ലാദേശിൽ സാധനങ്ങളുടെ വില നിയന്ത്രണാതീതമായി. ബംഗ്ലാദേശ് ബ്യൂറോ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ കണക്കുകൾ പ്രകാരം കഴിഞ്ഞ മാസം ഉപഭോക്തൃവില സൂചിക 12 വർഷത്തിനിടയിലെ എക്കാലത്തെയും ഉയർന്ന നിരക്കായ 11.66% എത്തി. ഭക്ഷ്യവിലക്കയറ്റം 13 വർഷത്തിനിടെ ആദ്യമായി 14% കവിഞ്ഞു. ഏറെ നാളായി തുടരുന്ന പ്രതിഷേധം രാജ്യത്തെ മൊത്തം വിതരണ ശൃംഖലയും ബാധിച്ചിട്ടുണ്ട്. ഷെയ്ഖ് ഹസീനയെ പുറത്താക്കി മുഹമ്മദ് യൂനിസിന് കീഴിലുള്ള ഭരണകൂടം അധികാരമേറ്റെങ്കിലും ഇപ്പോഴും സ്ഥിതിയിൽ ഒരു മാറ്റവും ഉണ്ടായിട്ടില്ല. സ്ഥിതി പഴയതുപോലെ എന്ന് പുനഃസ്ഥാപിക്കും എന്ന കാര്യത്തിൽ ഒരു വ്യക്തതയുമില്ല. പണലഭ്യതയും രാജ്യത്ത് കുറഞ്ഞിട്ടുണ്ട്. ഒരാൾക്ക് ഒരു ബാങ്കിൽ നിന്ന് ഒരു ദിവസം പരമാവധി പിൻവലിക്കാവുന്ന തുകയിൽ കടുത്ത നിയന്ത്രണങ്ങളാണ് സെൻട്രൽ ബാങ്ക് ഓഫ് ബംഗ്ലാദേശ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഒരാൾക്ക് ഒരു ദിവസം 2 ലക്ഷം ബംഗ്ലാദേശ് ടാക്കയിൽ കൂടുതൽ പിൻവലിക്കാൻ അനുമതിയില്ല. മൊത്ത വ്യാപാരത്തെ ഇത് ഏറെ പ്രതികൂലമായി ബാധിച്ചിരിക്കുന്നു. ബംഗ്ലാദേശ് ടാക്കയുടെ മൂല്യം കൂപ്പുകുത്തിയത് മറ്റൊരു പ്രതിസന്ധിയാണ്. അരി, പയറുവർഗ്ഗങ്ങൾ, ഡ്രൈ ഫ്രൂട്ട്സ്, മസാലകൾ തുടങ്ങിയവ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നിന്നാണ് ഇറക്കുമതി ചെയ്യുന്നത്. പണലഭ്യത കുറഞ്ഞതും മൂല്യം തകർന്നതും ഇറക്കുമതിയെ വൻതോതിൽ ബാധിച്ചിട്ടുണ്ട്. ഇത് ഇനിയും വിലക്കയറ്റത്തിന് ഇടയാക്കും എന്നതിനൊപ്പം അവശ്യ സാധനങ്ങളുടെ ലഭ്യതയെയും കാര്യമായി ബാധിക്കും എന്ന ആശങ്ക ഉയർന്നിട്ടുണ്ട്. പണം പിൻവലിക്കാനുള്ള നിയന്ത്രണം വിപണിയെ മൊത്തത്തിൽ ബാധിച്ചിട്ടുണ്ടെന്നും പലരും കച്ചവടം തന്നെ മതിയാക്കുന്ന അവസ്ഥയിലേക്ക് എത്തുകയാണെന്നുമാണ് വ്യാപാരികൾ പറയുന്നത്. ഇന്ധനത്തിനും വില കുതിച്ചു കയറുന്നു. അതുകൂടിയാകുമ്പോൾ അവശ്യ സാധനങ്ങളുടെ വില റോക്കറ്റ് പോലെ ഇനിയും കുതിച്ചുയരും. തലസ്ഥാനമായ ധാക്കയിലും പരിസര പ്രദേശങ്ങളിലും കലാപം ശമിച്ചിട്ടുണ്ടെങ്കിലും ഗ്രാമങ്ങൾ ഉൾപ്പെടെയുള്ള ഉൾപ്രദേശങ്ങളിൽ ഇപ്പോഴും സംഘർഷം തുടരുകയാണ്. ഇത് കാരണം ജനങ്ങൾ പുറത്തിറങ്ങാൻ മടിക്കുന്നു. ഇത് വിപണിയെ കാര്യമായി ബാധിച്ചിട്ടുണ്ട് എന്നാണ് വ്യാപാരികൾ ചൂണ്ടിക്കാട്ടുന്നത്. പ്രതിസന്ധി പരിഹരിക്കാൻ ഇടക്കാല സർക്കാർ തലവൻ മുഹമ്മദ് യൂനിസ് ശ്രമം തുടങ്ങിയിട്ടുണ്ടെങ്കിലും അത് എത്രത്തോളം വിജയിക്കും എന്നത് കാത്തിരുന്ന് തന്നെ കാണണം. സാമ്പത്തിക പ്രതിസന്ധിക്കൊപ്പം ശക്തമായ പോലീസ് സംവിധാനം കെട്ടിപ്പടുത്ത് ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുക എന്നതും മുഹമ്മദ് യൂനിസിന് കടുത്ത തലവേദനയാണ്. പോലീസിൻ്റെ കയ്യിലുള്ള ആയുധങ്ങൾ ഒട്ടുമുക്കാലും ഇപ്പോൾ കലാപകാരികളുടെ കയ്യിലാണ്. ഇവ തിരികെ തരണമെന്ന് സൈന്യവും ഇടക്കാല സർക്കാരും ആവശ്യപ്പെട്ടെങ്കിലും ഇതുവരെ കാര്യമായ പ്രതികരണമൊന്നും ഉണ്ടായിട്ടില്ല.